ലയണൽ മെസ്സിയുടെ അർജന്റീനയെക്കുറിച്ചും നെയ്മർ ജൂനിയർ അടങ്ങുന്ന ബ്രസീലിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് പോർച്ചുഗലിന്റെ ഇതിഹാസ താരമായ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഉൾപ്പെട്ട ഗ്രൂപ്പ് കെയെ കുറിച്ചാണ്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പ്രതിഭാധനന്മാരായ താരമുള്ള ടീമാണ് ഇന്ന് പോർച്ചുഗൽ. യൂറോപ്യൻ ഫുട്ബോളിലെ ഈ വമ്പന്മാർക്ക് 2014 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടത്തിന്റെയും 2019 നേഷൻസ് ലീഗ് കിരീടത്തിന്റെയും അതിനുശേഷമുള്ള 2024 നേഷൻസ് ലീഗ് കിരീടത്തിന്റെയും കഥ പറയാനുണ്ട്. എന്നാൽ ലോക കിരീടം ഇനിയും അവരുടെ സ്വപ്നമായി അവശേഷിക്കുന്നു. 2026 ലോകകപ്പ് പോർച്ചുഗീസ് ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ടൂർണമെന്റുകളിൽ ഒന്നാണ്. ടീമിന്റെ ജീവനാഡിയും ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ആവേശവുമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം 2026 ലോകകപ്പ് അദ്ദേഹത്തിന്റെ കരിയറിൽ അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലോകവേദിയാകാൻ സാധ്യതയുണ്ട്. 41 വയസ്സിൽ അദ്ദേഹം കളത്തിലിറങ്ങുമ്പോൾ തന്റെ രാജ്യത്തിന് വേണ്ടി ഒരു ലോകകപ്പ് കിരീടം നേടുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള അവസാന അവസരമായിരിക്കും ഇത്. സൗദി ലീഗിൽ ഗോളുകൾ വാരിക്കൂട്ടുന്ന റൊണാൾഡോ തന്റെ കായികക്ഷമതയും ഗോളടിക്കാനുള്ള അസാമാന്യമായ കഴിവും അതോടൊപ്പം ടീമിലെ യുവതാരങ്ങൾക്ക് നൽകുന്ന ഊർജവും നേത്രപാഠവും കൊണ്ട് പോർച്ചുഗലിന് കരുത്തു പകരുന്നു. ടീം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ക്ലബ്ബ് മൊമെന്റുകളിലും നിർണായക ഗോളുകളിലും വിശ്വസിക്കുന്നുണ്ട്. റൊണാൾഡോയെ കൂടാതെ പോർച്ചുഗീസ് സ്ക്വാഡ് യുവത്വത്തിന്റെയും അനുഭവ സമ്പന്നതയുടെയും സമന്വയമാണ്. മധ്യനിരയിൽ വിറ്റീഞ്ഞ പന്ത് കൈകാര്യം ചെയ്യുന്നതിലെ സാങ്കേതിക മികവും പാസിംഗിലെ കൃത്യതയും കൊണ്ട് ടീമിന്റെ കളി നിയന്ത്രിക്കുന്നു. പ്രതിരോധത്തിൽ ന്യൂനോ മെൻഡിസ് അതിവേഗവും അറ്റാക്കിംഗ് കഴിവും കൊണ്ട് ലെഫ്റ്റ് ബാക്ക് സ്ഥാനത്ത് ടീമിന് ഒരു എക്സ്ട്രാ എഡ്ജ് നൽകുന്നു. യൂറോപ്യൻ ക്ലബ്ബുകളിലും സൗദി ലീഗിലും തിളങ്ങുന്ന ജാവോ ഫിലിക്സ് തന്റെ മികച്ച സാങ്കേതിക വൈദഗ്ധ്യവും ക്രിയേറ്റിവിറ്റിയും കൊണ്ട് പോർച്ചുഗലിന്റെ മുന്നേറ്റ നിരക്ക് മൂർച്ച കൂട്ടുന്നു. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാൾഡോ സിൽവ തുടങ്ങിയ ലോകോത്തര പ്ലേമേക്കർമാരുടെ സാന്നിധ്യം ടീമിന്റെ ആക്രമണങ്ങൾക്ക് ആഴം കൂട്ടുന്നു. മികച്ച പ്രതിരോധത്തിലെ ഉറപ്പിനും മുന്നേറ്റത്തിലെ വേഗതക്കും പേരുകെട്ട ഈ ടീം ഗ്രൂപ്പ് കെയിൽ ഏറ്റവും ശക്തരാണ്. ലോകകപ്പ് കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകളുടെ പട്ടികയിൽ പോർച്ചുഗൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിലെ സ്ഥിരം ശക്തികളും ഫുട്ബോൾ പ്രേമികൾക്ക് എന്നും ആവേശം നൽകുന്ന ടീമാണ് കൊളംബിയ. ലോസ് കഫേറ്ററോസ് എന്നറിയപ്പെടുന്ന ഈ ടീം തങ്ങളുടെ അറ്റാക്കിംഗ് ഫുട്ബോളിനും കളിയിലെ വൈകാരികമായ തീവ്രതക്കും പേരുകേട്ടവരാണ്. 2014 ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ എത്തിയതും അതിനുശേഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചതുമെല്ലാം കൊളംബിയൻ ഫുട്ബോളിന്റെ നിലവാരമുയർത്തി. കൊളംബിയൻ ടീമിന്റെ പ്രധാന ശക്തി അവരുടെ വ്യക്തിഗത വൈദഗ്ധ്യവും വേഗതയുമാണ്. ബയൺ താരമായ ലൂയിസ് ഡേസ് പോലുള്ള വിങ്ങർമാരുടെ അതിവേഗതയും പ്രതിരോധ നിരയെ തകർക്കാനുള്ള ട്രിബ്ലിംഗ് കഴിവ്, ഗോൾ നേടാനുള്ള ശേഷി എന്നിവ ടീമിന് നിർണായകമാണ്. 2014 ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായ ഹാമിഷ് റോഡ്രിഗസ് ഇപ്പോഴും ടീമിന്റെ മധ്യനിരയിൽ പ്ലേമേക്കർ റോളിൽ തിളങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃത്യതയാർന്ന പാസുകളും അപ്രതീക്ഷിത ലോങ് റേഞ്ചർ ഗോളുകളും ടീമിന്റെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു. പരിചയസമ്പന്നരായ ഡേവിൻസൺ സാഞ്ചസ്, യുവതാരം ലുക്കുമി എന്നിവരുടെ പ്രതിരോധത്തിൽ ഉറപ്പും ടീമിന് വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. പോർച്ചുഗലിന് ഗ്രൂപ്പിൽ ഏറ്റവും കടുപ്പമേറിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള ടീം തന്നെയാണ് കൊളംബിയ. അവരുടെ തീവ്രമായ കളിരീതിയും ലാറ്റിൻ അമേരിക്കൻ ശൈലിയും ഗ്രൂപ്പ് കെയിലെ മത്സരങ്ങൾക്ക് വാശിയേറിയതാകും. അടുത്ത റൗണ്ടിലേക്ക് പോർച്ചുഗലിനൊപ്പം യോഗ്യത നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം തന്നെയാണ് കൊളംബിയ. ഏഷ്യൻ ഫുട്ബോളിൽ സമീപ വർഷങ്ങളിൽ ഏറ്റവും വേഗത്തിൽ വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ടീമാണ് ഉസ്ബെക്കിസ്ഥാൻ. ഫുട്ബോൾ ലോകത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ടീമിന് 2026 ലോകകപ്പിൽ തങ്ങളുടെ ആദ്യത്തെ ലോകകപ്പ് പ്രവേശനം ഉറപ്പിക്കാൻ കഴിഞ്ഞത് ഒരു ചരിത്ര നേട്ടം തന്നെയാണ്. ഏഷ്യയിലെ ശക്തരായ ടീമുകളോട് മത്സരിച്ച് യോഗ്യത നേടിയവർക്ക് കടുപ്പമേറിയ പോരാട്ടത്തിന്റെ പശ്ചാത്തലമുണ്ട്. പ്രധാനമായും സംഘടിതമായ പ്രതിരോധത്തിലും കളിക്കളത്തിലെ അച്ചടക്കത്തിലും മൂന്നിയാണ് അവർ കളിക്കുന്നത്. യൂറോപ്യൻ ശൈലിയെ അനുകരിക്കുന്നതിനോടൊപ്പം ഏഷ്യൻ ഫുട്ബോളിലെ വേഗതയും അവർ സംയോജിപ്പിക്കുന്നു. ടീമിന്റെ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പരിചയസമ്പന്നനായ സ്ട്രൈക്കർ എൽദോർ സോമുറദോവ് എന്ന താരമാണ്. ഇറ്റാലിയൻ സിരിയ എ പോലുള്ള പ്രധാന ലീഗുകളിൽ കളിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗോൾ നേടാനുള്ള കഴിവ് ഗംഭീരം തന്നെയാണ്. ഉസ്ബെക്കിസ്ഥാന് നിർണായകമാണ് ആ താരമുള്ളത്. ടീം കെമിസ്ട്രിയിലും ഒത്തിണക്കമുള്ള മധ്യനിരയിലും അവർ വലിയ ശ്രദ്ധ നൽകുന്നു. ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗൽ, കൊളംബിയ പോലുള്ള ലോകോത്തര ടീമുകളെ നേരിടുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ തങ്ങളുടെ പ്രതിരോധ കോട്ട ശക്തിപ്പെടുത്തിക്കൊണ്ട് കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ അപ്രതീക്ഷിത ഫലങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുമ്പോൾ ഓരോ മത്സരവും അവർക്ക് വലിയ അനുഭവവും ഭാവി ഫുട്ബോളിന് പ്രചോദനമാകും. ഗ്രൂപ്പ് കെയിലെ 4ാമത്തെ ടീം എന്നുള്ളത്
വിവിധ കോൺഫെഡറേഷനുകളിൽ നിന്നുള്ള ടീമുകൾ ഉൾപ്പെടുന്ന ഇന്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫ് റൗണ്ടിൽ വിജയിച്ചു വരുന്ന ഒരു ടീമായിരിക്കും. ലോകകപ്പ് വേദിയിലെത്താൻ അവസാനമായി പോരാടി കടുത്ത സമ്മർദ്ദങ്ങൾ മറികടന്നതിന്റെ വലിയ ആത്മവിശ്വാസം അവർക്കുണ്ടാകും. ഈ ടീം ഏത് മേഖലയിൽ നിന്നുള്ളതാണെന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ കളിരീതി. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഒഷാനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകൾക്ക് ഈ പ്ലേ ഓഫ് വഴി യോഗ്യത നേടാൻ സാധ്യതയുണ്ട്. ഗ്രൂപ്പ് കെയുടെ അന്തിമ ചിത്രം പൂർത്തിയാക്കുന്ന ഈ ടീം അപ്രതീക്ഷിത ഫലങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു വൈൽഡ് കാർഡ് ശക്തികളാണ്.